കെപിസിസി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരൻ മാറും. പകരക്കാരൻ ആരെന്നതിൽ തീരുമാനമായില്ല. ആന്റോ ആന്റണിക്കും സണ്ണി ജോസഫിനും സാധ്യത. നേതൃമാറ്റം ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് പരിഗണിച്ച്. നിലവിലെ അധ്യക്ഷന്റെ അനാരോഗ്യവും തിരിച്ചടിയെന്ന് റിപ്പോർട്ട്. നേതൃമാറ്റം അറിയില്ലെന്ന് കെ സുധാകരൻ. മാറാൻ ആരും പറഞ്ഞിട്ടില്ല. സ്ഥാനം മാറേണ്ട കാര്യമില്ലെന്നും സുധാകരൻ. പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമെന്ന് ആന്റോ ആന്റണി MP. പഞ്ചാബിൽ 2 പാക് ചാരന്മാർ പിടിയിൽ. സൈനിക കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന് പോലീസ്. പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യ വിലക്കി. അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ 8 വെടിവെപ്പ്. ശക്തമായി തിരിച്ചടിച്ച് സൈന്യം. ചെനാബ് നദിയിലെ ബഗ്ലിഹാർ ഡാമിന്റെ ഷട്ടർ താഴ്ത്തി ഇന്ത്യ. പാകിസ്ഥാനിലേക്കുള്ള ജലവിതരണം കുറച്ചു. ഡ്രോണുകളെ തകർക്കുന്ന മിസൈലുകൾ ഇന്ത്യക്ക് കൈമാറി റഷ്യ. വിവാദങ്ങൾക്ക് പിന്നാലെ വേടന് സർക്കാർ പരിപാടിയിൽ വേദി. ഇടുക്കിയിലെ എന്റെ കേരളം പ്രദർശനമേളയിൽ വേടന് വീണ്ടും വേദി. ഇടുക്കിയിലെ പരിപാടി നേരത്തെ റദ്ദാക്കിയിരുന്നു. നാളെ വാഴത്തോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ വേടന്റെ റാപ്പ് ഷോ. പൂരാവേശത്തിലേക്ക് തൃശൂർ നഗരി. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ചമയ പ്രദർശനത്തിന് തുടക്കം. സാമ്പിൾ വെടിക്കെട്ട് വൈകിട്ട്. തൃശൂർ പൂരം മറ്റന്നാൾ. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ADGP-MR അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജന്റെ മൊഴി. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്ന് കെ രാജൻ. മൊഴി വിവാദമാക്കേണ്ട കാര്യമില്ലെന്ന് കെ രാജൻ. പൂരം വിവാദത്തിൽ DGP ഈ മാസം റിപ്പോർട്ട് നൽകും. കെ രാജന്റേത് പ്രധാനപ്പെട്ട മൊഴിയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. സാക്ഷരതാ പ്രവർത്തക KV റാബിയ അന്തരിച്ചു. അന്ത്യം 59-ാം വയസ്സിൽ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച്. ശാരീരിക പരിമിതികൾ മറികടന്ന് അക്ഷരവിപ്ലവത്തിന് നേതൃത്വം നൽകിയ വ്യക്തിത്വം. 2022-ൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. വിടവാങ്ങിയത് നിരക്ഷരരായ നിരവധി പേർക്ക് അക്ഷര വെളിച്ചമേകി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നത് ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നെന്ന് റിപ്പോർട്ട്. ബാറ്ററി സൂക്ഷിച്ച റൂമിൽ തീ പടർന്നതോടെ കെട്ടിടത്തിൽ പുക നിറഞ്ഞു. പൊട്ടിത്തെറിക്ക് കാരണം ബാറ്ററിയിലെ ഇന്റേണൽ ഷോർട്ടേജ്. പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് കൈമാറി. കെട്ടിടത്തിലെ പരിശോധന തുടരും. ജീവനക്കാരുടെ മൊഴിയും CCTV ദൃശ്യങ്ങളും ശേഖരിക്കും. തമിഴ്നാട് തിരുവാരൂരിലുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. അപകടം ഒമ്നി വാനും ബസ്സും കൂട്ടിയിടിച്ച്. 3 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയ സംഘം. തിരുവനന്തപുരം പട്ടത്ത് വാഹനാപകടത്തിൽ ഓട്ടോയ്ക്ക് തീപിടിച്ച് 1 മരണം. മരിച്ചത് ഓട്ടോയിൽ യാത്ര ചെയ്തിരുന്ന സുനി. ഓട്ടോ പൂർണ്ണമായും കത്തിനശിച്ചു. അപകടം അമിത വേഗതയിൽ എത്തിയ കാർ ഓട്ടോയിലും സ്കൂട്ടറിലും ഇടിച്ച്. കാർ ഓടിച്ചിരുന്നത് ശ്രീകാര്യം സ്വദേശി 19-കാരൻ അയാൻ. തിരുവനന്തപുരം അമ്പൂരിയിൽ അച്ഛൻ മകനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് കുന്നത്തുമല സ്വദേശി മനോജ്. അച്ഛൻ വിജയൻ കൊലപാതകത്തിന് ശേഷം കീഴടങ്ങിയത് കാരിക്കുഴി ഫോറസ്റ്റ് ക്വാർട്ടേഴ്സിലെത്തി. കൊലപാതകം വസ്തുതർക്കത്തെ തുടർന്നെന്ന് നിഗമനം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത രാജസ്ഥാനെയും പഞ്ചാബ് ലക്നൌവിനെയും നേരിടും. കൊൽക്കത്ത രാജസ്ഥാൻ മത്സരം ഉച്ചകഴിഞ്ഞ്. പഞ്ചാബ് ലക്നൌ മത്സരം രാത്രി 7:30-ക്ക് ധരംശാലയിൽ. പ്ലേ ഓഫ് ലക്ഷ്യമിട്ട് കൊൽക്കത്തയും പഞ്ചാബ്.